നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വീണ്ടും യുദ്ധമുഖം തുറന്ന ഇറാനും അമേരിക്കയും കുറച്ചു ദിവസം ഒരു സമാധാനത്തിന്റെ പാതയിലേക്ക് പോകുന്നു എന്നുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ വീണ്ടും പരസ്പരം വെല്ലുവിളികളുമായിട്ടാണ് ഇറാനും അമേരിക്കയും രംഗത്ത് വന്നിരിക്കുന്നത്. ഉന്മൂലന ഭീഷണി മുഴക്കി ഇറാനും യുഎസും തമ്മിൽ രൂക്ഷമായ വാക്പോര് തുടരവേ പസഫിക് സമുദ്ര മേഖലയിലുള്ള അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ പശ്ചിമേഷ്യയിലേക്ക് നീങ്ങി തുടങ്ങിയിരിക്കുന്നു. അതായത് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകൾ രണ്ടും കൽപ്പിച്ചാണ് ഇപ്പോൾ പശ്ചിമേഷ്യ മേഖലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നിമിഷവും യുദ്ധത്തിന് സജ്ജമാകാനായിരിക്കാം ഇപ്പോൾ യുദ്ധക്കപ്പലുകൾ കടലിൽ അണിനിരത്തിയുള്ള അമേരിക്കയുടെ ഈ ഒരു നീക്കം. ജൂണിൽ അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇറാൻ നിയന്ത്രണം പാലിച്ചു. ഇനിയൊരു ആക്രമണം ഉണ്ടായാൽ മുഴുവൻ കരുത്തുമെടുത്ത് തിരിച്ചടിക്കാൻ ഞങ്ങളുടെ സൈന്യം മടിക്കില്ല എന്നാണ് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി മുന്നറിയിപ്പ് നൽകിയിരുന്നത്. സൗത്ത് ചൈന കടലിലായിരുന്നു പോർവിമാനവാഹിനി USS എബ്രഹാം ലിങ്കണും അകമ്പടിയായി 3 യുദ്ധക്കപ്പലുകളുമാണ് പശ്ചിമേഷ്യയിലേക്ക് നീങ്ങുന്നത്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമുദ്രമേഖലയിൽ പ്രവേശിച്ചെന്നാണ് വിവരം. യുദ്ധക്കപ്പലുകളുടെ സ്ട്രൈക്ക് ഗ്രൂപ്പ് ലക്ഷ്യസ്ഥാനത്തെത്തുകയാണെന്നാണ് റിപ്പോർട്ട്. USS എബ്രഹാം ലിങ്കൺ എന്ന വിമാനവാഹിനി കപ്പലാണ് നേതൃത്വം നൽകുന്നതെന്ന സൂചനകളും നേരത്തെ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ നേരെ പശ്ചിമേഷ്യയിലേക്ക് അണിനിരന്നുകൊണ്ട് ഏത് നിമിഷവും ഇറാന്റെ ഭാഗത്തു നിന്നൊരു ആക്രമണം ഉണ്ടായാൽ കടലിലൂടെയുള്ള ആക്രമണത്തിനാണ് ഇപ്പോൾ അമേരിക്ക തയ്യാറെടുക്കുന്നത്. ഇറാനിലെ പ്രക്ഷോഭം 72 മണിക്കൂർ മാത്രമാണ് നീണ്ടതെന്നും സായുധ കലാപകാരികളാണ് പിന്നീട് രാജ്യമെങ്ങും പ്രശ്നമുണ്ടാക്കിയതെന്നും US ദിനപത്രമായ വാൾ സ്ട്രീറ്റ് ജേണലിൽ എഴുതിയ ലേഖനത്തിലും അറാഗ്ചി ആരോപിച്ചു. സർക്കാർ വിരുദ്ധ പ്രക്ഷോഭകരെ കൂട്ടക്കൊല ചെയ്തതിന്റെ പേരിൽ ലോക സാമ്പത്തിക ഫോറത്തിലേക്ക് ഇറാനുള്ള ക്ഷണം റദ്ദാക്കിയിരുന്നു. അതിനിടെ തന്നെ വധിച്ചാൽ ഇറാനെ അമേരിക്ക ഭൂമുഖത്ത് നിന്ന് തന്നെ തുടച്ചു നീക്കുമെന്നും അതിനുള്ള ഉത്തരവുകൾ താൻ നൽകിയിട്ടുണ്ടെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ ലക്ഷ്യമിട്ടാൽ പൂർണ്ണ യുദ്ധമായിരിക്കും ഫലമെന്ന് കഴിഞ്ഞ ദിവസം ഇറാനും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമേനിക്കെതിരെ ഓങ്ങുന്ന കൈവെട്ടുമെന്നും അവരുടെ ലോകം ചുട്ടു ചാമ്പലാക്കുമെന്നാണ് ഇറാൻ സായുധ സേനയുടെ വക്താവ് പ്രതികരിച്ചത്. ജനകീയ പ്രക്ഷോഭത്തെ അടിച്ചമർത്തിയതിന്റെ പേരിൽ ഇറാനെ ആക്രമിക്കുമെന്ന് തുടർച്ചയായി ഭീഷണി ഉയർത്തിയ ട്രംപ് ഖമേനിയുടെ ഭരണം അവസാനിപ്പിക്കാനും ആഹ്വാനം ചെയ്തിരുന്നു. ട്രംപിനെ തടയാനായി കഴിഞ്ഞ ആഴ്ച ഗൾഫ് രാജ്യങ്ങൾ രംഗത്തിറങ്ങിയതോടെ തൽക്കാലത്തേക്ക് തണുത്ത അന്തരീക്ഷമാണ് വീണ്ടും പ്രക്ഷുബ്ധമാകുന്നത്. US ഭരണഘടന പ്രകാരം പ്രസിഡന്റ് വധിക്കപ്പെട്ടാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുക്കും. എന്നാൽ മുൻഗാമിയുടെ ഏതെങ്കിലും നിർദ്ദേശങ്ങളിൽ അദ്ദേഹത്തിന് നിയമപരമായ ഉത്തരവാദിത്തം ഉണ്ടായിരിക്കില്ല. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനിയെ ലക്ഷ്യമാക്കി ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനെതിരെ ടെഹ്റാൻ ചൊവ്വാഴ്ച US പ്രസിഡന്റിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഖമേനിയുടെ 4 പതിറ്റാണ്ട് നീണ്ട ഭരണം അവസാനിപ്പിക്കണമെന്ന് ട്രംപ് പരസ്യമായി ആവശ്യപ്പെട്ടതിന് പിന്നാലെയായിരുന്നു ഇത്. നമ്മുടെ നേതാവിനെതിരെ ഏതെങ്കിലും തരത്തിലുള്ള അധിനിവേശമുണ്ടായാൽ ഞങ്ങൾ ആ കൈ വെട്ടിമാറ്റുക മാത്രമല്ല അവരുടെ ലോകം ഞങ്ങൾ കത്തിച്ചു കളയുകയും ചെയ്യുമെന്ന് ട്രംപിന് അറിയാമെന്നാണ് ഇറാനിയൻ സായുധ സേനയെ പ്രതിനിധീകരിച്ച് അബോൾ ഫസൽ ഷിക്കാർച്ചി പറഞ്ഞത്. അതേസമയം US സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ പദ്ധതിയിടുന്നതായും നേരത്തെ US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ആരോപിച്ചിരുന്നു. പശ്ചിമേഷ്യയിൽ ആശങ്ക നിലനിർത്തുന്നതിനുള്ള USന്റെ ശ്രമങ്ങളാണിതെന്നായിരുന്നു ഇറാന്റെ മറുപടി. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പേർഷ്യൻ ഭാഷയിൽ പങ്കിട്ട പോസ്റ്റാണ് അന്ന് അഭ്യൂഹങ്ങൾക്ക് കാരണമായത്. US വ്യോമതാവളങ്ങൾ ആക്രമിക്കാൻ ഇറാൻ ശ്രമങ്ങൾ നടത്തുന്നു എന്ന വിവരം ലഭിച്ചെന്നായിരുന്നു പോസ്റ്റ്. USനെതിരായ ഏതൊരു ആക്രമണവും ശക്തമായ തിരിച്ചടി നേരിടുമെന്നും എല്ലാ സാധ്യതകളും മുന്നിലുണ്ടെന്നുമാണ് US പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്നത്. ഇന്ത്യയുമായുള്ള ബന്ധം ശക്തവും ഒരു ശക്തിക്കും തകർക്കാൻ കഴിയാത്തതുമാണെന്നും ഇറാൻ പറഞ്ഞിരുന്നു. അതേസമയം തന്നെ പല രാജ്യങ്ങൾ ഇപ്പോൾ വലിയ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടിട്ടില്ല. പക്ഷേ ട്രംപിൻ്റെ ഈ ഒരു താരിഫ് നടപടിക്കെതിരെ പല രാജ്യങ്ങളും മുൻപോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യ ചബഹാർ തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇറാനിയൻ ഉദ്യോഗസ്ഥർ USന് വ്യക്തമായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ടായിരുന്നു. അമേരിക്കൻ ഉപരോധങ്ങൾ കാരണം ചബഹാർ പദ്ധതിക്ക് മേലുള്ള സമ്മർദ്ദം വർദ്ധിച്ചു വരുന്ന സമയത്താണ് ഈ പരാമർശം.
ഇറാന്റെ ദേശീയ സുരക്ഷാ കമ്മീഷൻ അംഗമായ സലാർ വെലായത്മദ് ദേശീയ ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇന്ത്യയെക്കുറിച്ച് പരാമർശിച്ചത്. ലോക സാഹചര്യം നല്ലതല്ല, US പ്രസിഡന്റിന്റെ പ്രവർത്തനങ്ങൾ മാന്യമല്ല, അദ്ദേഹം എല്ലാ രാജ്യങ്ങളിലും പ്രക്ഷുബ്ധത സൃഷ്ടിച്ചു, ആ രാജ്യങ്ങൾ അസ്ഥിരത നേരിടുന്നു, ഇതിൽ നമ്മുടെ സൗഹൃദ രാജ്യമായ ഇന്ത്യയും ഉൾപ്പെടുന്നു. ഇന്ത്യയും ഇറാനും ഭാഷയിലും സംസ്കാരത്തിലും പാരമ്പര്യത്തിലും ആഴത്തിലുള്ള സമാനതകൾ പങ്കിടുന്നു. ശക്തമായ ഇന്ത്യ-ഇറാൻ ബന്ധത്തെ ഒന്നും ദോഷകരമായി ബാധിക്കില്ല. ചബഹാർ തുറമുഖത്ത് ഇന്ത്യയുടെ നിക്ഷേപത്തിനുള്ള കരാർ നമ്മുടെ പരസ്പര ബന്ധം സംരക്ഷിക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ സമീപകാല പ്രസ്താവന തികച്ചും ശരിയാണ്. ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ ഈ പങ്കാളിത്തത്തെ ബാധിക്കില്ലെന്ന് ഇന്ത്യ മനസ്സിലാക്കുന്നു. ഞങ്ങളുടെ കാഴ്ചപ്പാടിൽ ഒന്നും മാറിയിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുമായുള്ള ശക്തവും അചഞ്ചലവുമായ ബന്ധം ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. ചബഹാർ തുറമുഖം ഈ ബന്ധത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. US സമ്മർദ്ദമോ ഉപരോധങ്ങളോ ഈ ബന്ധങ്ങളെ ബാധിക്കില്ലെന്നും ഇറാൻ ഉദ്യോഗസ്ഥർ പറയുന്നു. തെക്ക് കിഴക്കൻ ഇറാനിലാണ് ചബഹാർ തുറമുഖം സ്ഥിതി ചെയ്യുന്നത്. അഫ്ഗാനിസ്ഥാനിലേക്കും മധ്യേഷ്യയിലേക്കുമുള്ള പ്രവേശനം സുഗമമാക്കുന്നതിനാണ് ഇന്ത്യ ഇവിടെ നിക്ഷേപം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ വഴി കടന്നു പോകാതെ ഇന്ത്യക്ക് ഒരു ബദൽ മാർഗം ഇത് നൽകുന്നു. 2024 ഇന്ത്യയും ഇറാനും 10 വർഷത്തെ കരാറിൽ ഒപ്പുവെച്ചത്. എങ്കിലും US ഉപരോധങ്ങൾ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചു. ചബഹാർ പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നത് ബുദ്ധിപരമായ നടപടിയല്ലെന്നാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഈ നടക്കുന്ന ട്രംപ് അതുപോലെ തന്നെ ഖമേനി തമ്മിലുള്ള വിഷയത്തിലും ഇന്ത്യ ഒരു നിലപാട് വിളിച്ചു പറഞ്ഞിട്ടില്ല. ഇന്ത്യ എപ്പോഴും ഒരു സംയമനം പാലിച്ചുകൊണ്ട് വളരെ ആലോചിച്ച് മാത്രം മറുപടി പറയുകയാണ് എല്ലാ കാര്യത്തിലും ചെയ്യാറുള്ളത്, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ. ഏതായാലും ഇപ്പോൾ ഇറാൻ ആണെങ്കിൽ തിരിച്ചും അമേരിക്കയും തിരിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോർമുഖം തുറന്നിട്ടിരിക്കുന്ന നിലയിലാണുള്ളത്. പരസ്പര വെല്ലുവിളികൾ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇപ്പോൾ പശ്ചിമേഷ്യ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തന്നെ ഇറാനും എല്ലാ തയ്യാറെടുപ്പുകളും നടത്തിയിട്ടുണ്ട്. ഇനിയൊരു തിരിച്ചടി ഉണ്ടായിക്കഴിഞ്ഞാൽ സർവ്വശക്തിയും എടുത്ത് അമേരിക്കയ്ക്കെതിരെ നീങ്ങുമെന്നുള്ള മുന്നറിയിപ്പാണ് ഇറാൻ നൽകിയിരിക്കുന്നത്.